ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ന്യൂക്ലിയർ കെമിസ്ട്രി. എന്താണ് ഈ ന്യൂക്ലിയർ കെമിസ്ട്രി? അതായത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണല്ലോ ഈ ന്യൂക്ലിയർ, അതായത് ന്യൂക്ലിയർ റിയാക്ടർ, ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു ആറ്റവും ആ ആറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ്. അതായത് ഈ ആറ്റത്തിനകത്തുള്ള ന്യൂക്ലിയസിന് വരുന്ന മാറ്റങ്ങളാണ് ഈ ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ആറ്റത്തിനകത്ത് ന്യൂക്ലിയസും ആ ന്യൂക്ലിയസിന് വെളിയിലായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ ഉണ്ട്. നമുക്കിത് അറിയാം, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ കെമിസ്ട്രി എന്നുള്ളത് എന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് വിച്ച് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ചേഞ്ചസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദി ആറ്റോമിക് ന്യൂക്ലിയസ്. കണ്ടോ, അതായത് എലമെൻറ്റ്സിനുണ്ടാകുന്ന ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടുമുള്ള പ്രോപ്പർട്ടീസ് ഈ ആറ്റോമിക് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറിനെ മൊത്തത്തിൽ അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതായത് നമുക്ക് പറയാം, ഒരു ആറ്റത്തിൻ്റെ അതായത് റേഡിയോ ആക്ടിവിറ്റി, അതുപോലെ ന്യൂക്ലിയർ പ്രോസസ്സ്, അതുപോലെ അതിൻ്റെ ആ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ ട്രാൻസ്ഫർമേഷൻ, ഇതെല്ലാം ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ വരുന്നതാണ്. കണ്ടോ, അപ്പം ന്യൂക്ലിയർ കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ പ്രോസസ്സസ് ആൻഡ് ട്രാൻസ്ഫർമേഷൻ ഇൻ ദ ന്യൂക്ലിയർ ഓഫ് ദി ആറ്റം. ഇതാണ് ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഈ റേഡിയോ ആക്ടിവിറ്റി. അതായത് റേഡിയോ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ the phenomenon of spontaneous emission of active radiation from certain substances. അതായത് ചില സബ്സ്റ്റൻസിൽ നിന്നും ആക്റ്റീവ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യപ്പെടുന്നു. അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെയും സഹായം ഇല്ലാതെ തന്നെ ഇതിനകത്തുനിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നു. റേഡിയം, തോറിയം, പൊളോണിയം, ആക്ടിനിയം, അതുപോലെ യുറേനിയം, ഇതൊക്കെ ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. അതുപോലെ ഈ റേഡിയോ ആക്ടിവിറ്റി ഒരിക്കലും ഈ ഹീറ്റോ ലൈറ്റോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കെമിക്കലായിട്ടുള്ള കോമ്പിനേഷൻസ് ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഈ റേഡിയോ ആക്ടിവിറ്റി ഒരു ന്യൂക്ലിയർ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ന്യൂക്ലിയർ റിയാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ പുതിയ പ്രോപ്പർട്ടിയുള്ള വേറെ ഒരു എലമെൻ്റായിട്ട് അത് മാറ്റം ചെയ്യുകയാണ്. അതായത് ന്യൂക്ലിയർ റിയാക്ഷൻസ് നടന്നിട്ട് പുതിയ പുതിയ എലമെൻസുകൾ അതിൽ നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ ഈ ന്യൂക്ലിയർ കെമിസ്ട്രിക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ +2 ബേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഒക്കെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ പലതരം എലമെൻറ്റ്സ്, ഹീലിയം ഉണ്ട്, സീനോൺ ഉണ്ട്, കാർബൺ ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരുപാട് എലമെൻറ്റ്സ്, ഇപ്പോൾ കാർബൺ നോർമൽ രീതിയിൽ കാർബൺ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അല്ല, പക്ഷേ കാർബൺ 13 എന്ന് പറയുമ്പോൾ അത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസായി മാറുന്നു. കണ്ടോ, അപ്പോൾ ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ് നമുക്കറിയാം. അതായത് ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടോ അതിലധികമോ സ്മോളർ ന്യൂക്ലിയ ഉണ്ടാകുന്നു. ന്യൂക്ലിയർ ഫിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അറ്റോമിക് ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ലൈറ്റർ ന്യൂക്ലിയ ചേർന്നിട്ട് ഹെവിയർ ന്യൂക്ലിയ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കും. അതുപോലെ ന്യൂക്ലിയർ ഡീകേ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ന്യൂക്ലിയസിന് ഡീകേ സംഭവിച്ച് പുതിയൊരു ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. അതായത് ഒരു പേരൻറ്റിൽ നിന്ന് ഒരു ഡോട്ടറായിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ടാകുന്നു. അപ്പോൾ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്താണ്? നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ഫിനോമിന തന്നെയാണ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആവുകയും അപ്പോൾ ഈ അൺസ്റ്റേബിൾ ന്യൂക്ലിയസിന് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ നടന്ന് പുതിയ ഒരു ന്യൂക്ലിയ ഉണ്ടാവുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് റേഡിയോ ആക്ടിവിറ്റി അസോസിയേറ്റഡ് വിത്ത് നാച്ചുറലി ഒക്കറിങ് എലമെൻറ്റ്സ് സച്ച് ആസ് യുറേനിയം, പൊളോണിയം, റേഡിയം എക്സെട്ര. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ റേഡിയോ ആക്ടിവിറ്റിയിൽ അതായത് ഒരു പേരൻ്റ് ഐസോട്ടോപ്പ് കാണും. അപ്പോൾ ഈ പേരൻ്റ് ഐസോട്ടോപ്പിന് റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിക്കുന്നു. അതായത് ഇതിനകത്തുനിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഈ റേഡിയേഷൻസ് എമിറ്റ് ചെയ്തിട്ട് ഇതിനൊരു ഡോട്ടർ ഐസോട്ടോപ്പ് ഉണ്ടാകുന്നു. ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയയ്ക്ക് ഡീകേ സംഭവിക്കുന്നു. അങ്ങനെ ഡീകേ ഉണ്ടായിട്ട് അതിനകത്തു നിന്ന് കുറച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയേഷൻസിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും അതിനെപ്പറ്റി ആദ്യമായി അത് സ്റ്റഡി ചെയ്തത് റൂദർഫോർഡാണ്. അപ്പോൾ ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, അതായത് യുറേനിയം പോലെയുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ലെഡിൻ്റെ ഒരു ബ്ലോക്കിൽ വെച്ചു. അതിനുശേഷം അതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊടുത്തു. എന്നിട്ട് ഇതൊരു ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ അത് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിനകത്തുനിന്ന് കുറച്ച് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യപ്പെടുന്നു. അതായത് 3 ടൈപ്പ് ഓഫ് റേഡിയേഷൻസ്, ആൽഫ, ബീറ്റ, ഗാമ
എന്നുള്ള റേഡിയേഷൻസ് പോകുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു ടൈപ്പ് റേഡിയേഷൻസ് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് പോസിറ്റീവ് ചാർജിലായിട്ടുള്ള പാർട്ടിക്കിളാണ്. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾ എന്ന് വിളിച്ചു. സെക്കൻഡ് ടൈപ്പ് റേഡിയേഷൻസ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോയി എന്ന് മനസ്സിലായി. അപ്പോൾ അത് നെഗറ്റീവ്ലി ചാർജിലായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്ന് മനസ്സിലായി. അദ്ദേഹം അതിനെ ബീറ്റ പാർട്ടിക്കിൾ എന്ന് വിളിച്ചു. മൂന്നാമതായിട്ട് അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. അതായത് അത് ന്യൂട്രലാണ്. അതിനെ ഗാമ റേസ് എന്നും വിളിച്ചു. ഇങ്ങനെ 3 ടൈപ്പ് റേഡിയേഷൻസ് ആണ് ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും ഗാമ റേയും. റൂദർഫോർഡിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഈ റേഡിയേഷൻസിൻ്റെ നേച്ചർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഈ ഡിഫ്ലക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാം ആൽഫ റേസിന് പോസിറ്റീവ് ചാർജും ബീറ്റ റേസിന് നെഗറ്റീവ് ചാർജും അതുപോലെ ഗാമ റേസ് ന്യൂട്രൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും ഗാമ റേസും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടി, അതായത് അതിൻ്റെ നേച്ചർ എങ്ങനെ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം ആൽഫ പാർട്ടിക്കിൾ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ആനയെ നമ്മൾ മനസ്സിലൊന്ന് വിചാരിക്കുക. അതായത് ആന എന്ന് പറഞ്ഞാൽ ഒരു ഹെവി ആയിട്ടുള്ള വെയിറ്റ് കൂടിയിട്ടുള്ള ഒരു ആനിമൽ അല്ലേ. അപ്പോൾ ഇതിന് ഒത്തിരി ദൂരമൊന്നും സ്പീഡിൽ ഓടാൻ കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ആൽഫ പാർട്ടിക്കിളും. അതായത് ആൽഫ പാർട്ടിക്കിൾ ഹെവി ആയതുകൊണ്ട് വളരെ സ്പീഡിൽ മൂവ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനേക്കാൾ 4 ടൈംസ് കൂടുതലാണ്. അതുപോലെ ഇതിന് തിന്നായിട്ടുള്ള മെറ്റൽ ഫോയിൽസിൽ മാത്രമേ അതിന് പെനട്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തായിട്ട് ബീറ്റ പാർട്ടിക്കിളാണ്. അപ്പോൾ ബീറ്റ പാർട്ടിക്കിൾ എന്ന് കേൾക്കുമ്പോൾ ഒരു ഒട്ടകത്തെ ഒന്ന് മനസ്സിൽ വിചാരിക്കണം. അതായത് ഈ ഒട്ടകത്തിനെന്ന് പറയുമ്പോൾ ആനയെക്കാട്ടി കുറച്ചുകൂടെ വേഗത്തിൽ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ബീറ്റ പാർട്ടിക്കിൾ ആൽഫ പാർട്ടിക്കിളിനെക്കാട്ടി കുറച്ചുകൂടെ സ്പീഡിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ബീറ്റ പാർട്ടിക്കിൾ നെഗറ്റീവ്ലി ചാർജ്ഡായിട്ടുള്ള പാർട്ടിക്കിളാണ്. അതുപോലെ ഇതിന് ആൽഫ പാർട്ടിക്കിളിനേക്കാൾ പെനട്രേറ്റിംഗ് പവർ ഉണ്ട്. കാര്യം ഇതിന് കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചുകൂടെ പെനട്രേറ്റിംഗ് പവർ കൂടുതലായിരിക്കും. അടുത്തായിട്ട് ഗാമ റേ ആണ്. ഈ ഗാമ റേ എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു കുതിരയൊന്ന് മനസ്സിൽ വിചാരിക്കണം. അതായത് കുതിര എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ ഓടാൻ കഴിയും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും ഗാമ റേയും നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ പോകുന്നത് ഗാമ റേ ആണ്. ഇതിന് വേഗത്തിൽ പോകാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പെനട്രേറ്റിംഗ് പവർ ആൽഫ പാർട്ടിക്കിളിനേക്കാളും ബീറ്റ പാർട്ടിക്കിളിനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ ഇതിന് ഗ്യാസിനെ അയണൈസ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഈ ഗാമ റേയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജിലായിട്ടുള്ള പാർട്ടിക്കിളാണ്. അതുപോലെ ഇതിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. അറ്റോമിക് നമ്പർ 2 ഉള്ളത് ഹീലിയം അല്ലേ. അതായത് ഇത് ഹീലിയം ആറ്റത്തിന് തുല്യമാണ്. അതുപോലെ ഇത് റിലേറ്റീവ്ലി ഹെവിയാണ്. അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ചാണ്. അതായത് അതിന് എന്താണ് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഒരു നമ്മുടെ സ്കിന്നിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആവും. അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവും. നമ്മുടെ സ്കിന്നിലേക്ക് തുളച്ച് കയറാനോ അല്ലെങ്കിൽ ഈ പീസ് ഓഫ് പേപ്പറിലേക്ക് കയറാനോ ഒന്നും അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അതായത് പെനട്രേറ്റിംഗ് പവർ കുറവാണ്. ഇതിവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു ആൽഫ പാർട്ടിക്കിൾ ഇതേ ഒരു പീസ് ഓഫ് പേപ്പറിലേക്ക് വരികയാണ്. കണ്ടോ, അത് അവിടെ വെച്ച് സ്റ്റോപ്പായി. അതിനകത്ത് തുളച്ച് കയറാനുള്ള കപ്പാസിറ്റി ആൽഫ പാർട്ടിക്കിളിനില്ല. അടുത്തായിട്ട് ബീറ്റ പാർട്ടിക്കിളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ബീറ്റ പാർട്ടിക്കിൾ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പാർട്ടിക്കിളിനേക്കാൾ പെനട്രേറ്റിംഗ് പവർ ഉണ്ട്. അതുപോലെ ഇതിന് നമുക്ക് പേപ്പറിലൊക്കെ ഇത് തുളച്ച് കയറും. പക്ഷേ ഇതൊരു ഫ്യൂ മില്ലിമീറ്റേഴ്സ് ഓഫ് മെറ്റൽ, അതായത് ഒരല്പം കട്ടി കൂടിയ മെറ്റലിലൊക്കെ ഇത് സ്റ്റോപ്പ് ആവും. സാധാരണ ഇതിൽ പേപ്പറിലൂടെയൊക്കെ കയറും, പക്ഷേ വലിയ മെറ്റലിലേക്ക് വരില്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടില്ലേ, ബീറ്റ പാർട്ടിക്കിൾ മെറ്റൽ ഫോയിലിലേക്ക് വരുമ്പോൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പായി. അടുത്തായിട്ട് ഗാമ റേയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഹൈ എനർജി ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. ഇത് എക്സ്റേക്കൊക്കെ സിമിലറാണ്. അതുപോലെ ഇതിൻ്റെ പെനട്രേറ്റിംഗ് പവർ ഭയങ്കര കൂടുതലാണ്. ഹ്യൂമൻ ബോഡിയിൽ വരെ ഇതിന് തുളച്ച് കയറാനായിട്ട് പറ്റും. പക്ഷേ വലിയ കോൺക്രീറ്റ് അതുപോലെ ലെഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക്, വലിയ തിക്കായിട്ടുള്ള മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പാവും. ഇത് കണ്ടില്ലേ ഗാമ റേയുടെ പെനട്രേറ്റിംഗ് പവർ. അതുകൊണ്ട് തന്നെ ഈ ഗാമ റേ വളരെ ഡേഞ്ചറാണ്. ലിവിങ് ടിഷ്യൂസിനൊക്കെ വളരെ അപകടമാണ്. ഇവിടെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസിൻ്റെ പെനട്രേറ്റിംഗ് പവർ കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ, ആൽഫ പാർട്ടിക്കിളിൻ്റെയും ബീറ്റ പാർട്ടിക്കിളിൻ്റെയും ഗാമ റേയുടെയൊക്കെ പെനട്രേറ്റിംഗ് പവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ടേബിളിലാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ റേസ്. കണ്ടോ, ഇതിൻ്റെ പെനട്രേറ്റിംഗ് പവർ ആൽഫ റേക്ക് കുറവായിരിക്കും, ബീറ്റ പാർട്ടിക്കിളിന് ആൽഫ പാർട്ടിക്കിളിനേക്കാൾ കൂടുതലായിരിക്കും, ഗാമ റേക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ടേബിളിലാക്കി കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 റേഡിയേഷനിലും വളരെ സ്ട്രോങ് ആണ് ഗാമ റേ. അപ്പോൾ ഇവിടെ ഗാമ റേ റിലീസ് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ന്യൂക്ലിയർ പ്രോസസ്സ് നടന്നിട്ട് ഗാമ റേസ്, ഹൈ എനർജി ആയിട്ടുള്ള ഗാമ റേ, നോക്കിക്കേ, ഒരു പേരൻ്റ് ആറ്റത്തിൽ നിന്നും ഒരു ഡോട്ടർ ന്യൂക്ലിയർ ഉണ്ടാകുമ്പോൾ ഗാമ റേ അവിടെ എമിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്, കണ്ടോ. അപ്പോൾ എനർജറ്റിക്കലി അൺഫേവറബിൾ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇത് അൺസ്റ്റേബിൾ ആയിട്ട് ഇത് ഡീകേ സംഭവിക്കും. ഡീകേ സംഭവിച്ചിട്ട് കണ്ടില്ലേ, അപ്പോൾ ന്യൂട്രോൺസ് ഡീകേ ചെയ്തിട്ട് ഇവിടെ എന്തോ ചെയ്യും, ഇവിടെ റിയാക്ഷൻസ് നടക്കും. റിയാക്ഷൻസ് നടന്നിട്ട് പുതിയ പുതിയ എലമെൻറ്റുകൾ ഉണ്ടാകും. കണ്ടില്ലേ, അപ്പോൾ യുറേനിയം കണ്ടോ, യുറേനിയത്തിൽ നിന്ന് നെപ്റ്റ്യൂണിയം, നെപ്റ്റ്യൂണിയത്തിൽ നിന്ന് പ്ലൂട്ടോണിയം, പിന്നെ അമരീസിയം, അങ്ങനെ പുതിയ പുതിയ എലമെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കണ്ടോ, യുറേനിയത്തിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തിട്ട് തോറിയം എന്ന് പറഞ്ഞ പുതിയൊരു എലമെൻ്റ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് പുതിയ പുതിയ എലമെൻറ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് യുറേനിയം 235 എന്ന് പറഞ്ഞ ഒരു ന്യൂക്ലിയസ് കണ്ടോ. അപ്പോൾ അവിടുന്ന് ഹീലിയം എന്ന് പറയുമ്പോൾ ആൽഫ പാർട്ടിക്കിളാണ്, കണ്ടോ. ഈ ആൽഫ പാർട്ടിക്കിൾ അവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടും, എന്നിട്ട് അത് തോറിയമായി മാറുന്നു, കണ്ടോ. അപ്പോൾ പുതിയ എലമെൻറ്റ് ഉണ്ടായി, യുറേനിയത്തിൽ നിന്ന് തോറിയം ഉണ്ടായി. അതായത് യുറേനിയത്തിന് ഡീകേ സംഭവിച്ച് അതിൽ നിന്നും പുതിയൊരു ഡോട്ടർ എലമെൻ്റ് ആയിട്ടുള്ള തോറിയം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതായത് ആൽഫ ഡീകേ, നോക്കിക്കേ, ആൽഫ ഡീകേയിൽ ന്യൂക്ലിയസ് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നു. അതെന്തായിരിക്കും, ഹീലിയം 4 ന്യൂക്ലിയസുമായിട്ട് തുല്യമാണ്. കാര്യം അതിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻസ് നടന്നിട്ട് എന്താ, പുതിയ ഡോട്ടർ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 2 കുറയുന്നു, കണ്ടോ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അത് ചേഞ്ച് ഉണ്ടായിട്ട് നമ്മൾ എടുക്കുന്ന പേരൻ്റ് എലമെൻറ്റിൽ നിന്നും എന്താണ്, അറ്റോമിക് നമ്പർ 2 കുറവുള്ള പുതിയൊരു എലമെൻ്റായിട്ടത് മാറുന്നു. കാര്യം അതിനകത്തുനിന്ന് അറ്റോമിക് നമ്പർ 2 ഉള്ള ഹീലിയമല്ലേ എമിറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു പുതിയ ഒരു എലമെൻറ്റ് ഉണ്ടായി. ഒരു പേരൻ്റ് ആറ്റത്തിൽ നിന്നും പുതിയൊരു ഡോട്ടർ ന്യൂക്ലിയേ ഉണ്ടായി. ഇതിൻ്റെ കൂടെ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യപ്പെട്ടു. അടുത്തായിട്ട് ബീറ്റ ഡീകേ പറ്റിയാണ് പറയുന്നത്. അതായത് ബീറ്റ ഡീകേ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് അവിടെ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് ഇതിൻ്റെ അറ്റോമിക് നമ്പർ 1 യൂണിറ്റ് കൂടും. അതായത് ഒരു പേരൻ്റ് ആറ്റത്തിൽ നിന്ന് പുതിയൊരു ഡോട്ടർ ന്യൂക്ലിയർ ഉണ്ടാകുമ്പോൾ ആ പേരൻ്റ് ആറ്റത്തിനുണ്ടായിരുന്ന അറ്റോമിക് നമ്പറിനേക്കാൾ 1 കൂടുതലുള്ള പുതിയ എലമെൻ്റ് ഉണ്ടാകുന്നു. ഇനി ഗാമ റേയിലേക്ക് വരുമ്പോഴത്തേക്ക്, ഗാമ റേ എന്ന് പറയുമ്പോൾ ഇത് ഹൈ എനർജി ഫോട്ടോൺസ് ആണ് ഗാമ റേ. അതായത് ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് എനർജി മാത്രം റിലീസ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഇവിടെ അറ്റോമിക് നമ്പറിനോ മാസ് നമ്പറിനോ ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. അതായത് ഇവിടെ പേരൻ്റ് ആറ്റത്തിൻ്റെ, അതായത് പേരൻ്റ് ന്യൂക്ലിയയുടെ അറ്റോമിക് നമ്പറിനെയോ മാസ് നമ്പറിനെയോ ഒരു രീതിയിലും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ള എമിഷൻസ് നടക്കുമ്പോൾ ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും ഗാമ റേയും ഒക്കെ വഴിയുള്ള ചേഞ്ചസ്, ഒരു പേരൻ്റ് ന്യൂക്ലിയയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് ഒരു ലോയിലേക്ക് എത്താം. അതായത് ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ആൽഫ പാർട്ടിക്കിൾ ഒരു എലമെൻറ്റ് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു പുതിയ ന്യൂക്ലിയർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ 2 കുറയുന്നു, അതുപോലെ മാസ് നമ്പർ 4 കുറയുന്നു. അതുപോലെ തന്നെ ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ എലമെൻറ്റിന് അറ്റോമിക് നമ്പർ 1 കൂടുന്നു, മാസ് നമ്പറിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകും പീരിയോഡിക് ടേബിളിൽ ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ എമിഷൻ നടക്കുമ്പോൾ പീരിയോഡിക് ടേബിളിൽ നോർമലി ആ പേരൻ്റ് എലമെൻറ്റ് ഇരുന്നതിനേക്കാൾ 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറും. ആര്? പുതിയ ഉണ്ടാകുന്ന ഡോട്ടർ എലമെൻറ്റ്, പുതിയ എലമെൻറ്റ്. അതുപോലെ ബീറ്റ എമിഷൻ നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പുതിയ എലമെൻറ്റ് പേരൻ്റ് എലമെൻറ്റിനേക്കാൾ 1 പ്ലേസ് റൈറ്റിലേക്ക് മാറുന്നു. ഇതാണ് ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പറയുന്നത്. അതായത് ദ എമിഷൻ ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ ബൈ ആൻ എലമെൻറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ എലമെൻറ്റ് വിച്ച് ലൈസ് 2 places to the left of the parent element, and the emission of a beta particle result in the formation of a new element which lies 1 place to the right in the periodic table. ഇതാണ് ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലാസ് പ്രയോജനമായി എന്ന് കരുതുന്നു. താങ്ക് യു.